കഥ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോൾ മലയാള ഭാഷാ സാഹിത്യത്തെ സമ്പന്നമാക്കിയ തുള്ളൽ എന്ന കലാപ്രസ്ഥാനത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ നമ്പ്യാരുടെ സ്വതസിദ്ധികളുടെ പ്രത്യക്ഷ പ്രതീകമെന്ന നിലയിൽ പ്രകീർത്തി ആർജിച്ച തുള്ളൽ എന്ന കലയുടെ ഉപജ്ഞാതാവോ ആ കലയ്ക്കൊരു പ്രസ്ഥാനത്തിൻ്റെ കുലഗൗരവ പ്രതിഷ്ഠ നടത്തിയതോ മാത്രമല്ല നമ്പ്യാരുടെ സവിശേഷത. മലയാള ഭാഷ കണ്ട ഏറ്റവും വലിയ മഹാകവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ആ മഹാകവിയുടെ സർഗ പരിശ്രമങ്ങൾക്കൊരു മാധ്യമം മാത്രമായിരുന്നു തുള്ളൽ. വെറും ഒരു ഹാസ്യകവിയോ തുള്ളൽ കവിയോ ഒക്കെയാക്കി മാറ്റി നിർത്തിയിരുന്ന പിൻനിരയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കുഞ്ചൻ നമ്പ്യാർ നാം ഇന്ന് കാണുന്ന ഈ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൻ്റെ രംഗശില്പിയായിരുന്നു. സാഹിത്യ സവ്യസാചിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ജീവിതത്തിൻ്റെ സംതൃപ്തമായ പല മുഖങ്ങളും അനാവരണം ചെയ്യാൻ ഈ ചുരുങ്ങിയ സമയം മതിയാവില്ല. എങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിൻ്റെ ചൂണ്ടുപലകയാകാൻ ഈ കഥാപ്രസംഗത്തിന് കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. കഥ കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽപ്പെട്ട കിള്ളിക്കുറിശിമംഗലം എന്ന വള്ളുവനാടൻ ഗ്രാമം. ഞാറ്റുപാട്ടുകൾ ഏറ്റുപാടുന്ന സമൃദ്ധമായ നെൽപ്പാടങ്ങൾ, കിരീടവും ചെങ്കോലും സമ്മാനിച്ച പഴകിയ ഓർമ്മകളുമായി അങ്ങിങ്ങായി നിലകൊള്ളുന്ന ചുമട് താങ്ങികൾ, ഇടവഴികൾക്ക് തണലേകുന്ന വൻമരങ്ങൾ, പഴങ്കഥകൾ പറയാൻ വെമ്പൽ കൊള്ളുന്ന മേച്ചിൽ ശാലകൾ. ഈ ഗ്രാമത്തിന്റെ തെലുകുക്കുറിയായി പൗരാണികതയുടെ ഒളിമങ്ങാത്ത തിരുശേഷിപ്പുമായി നിലകൊള്ളുന്നു കിള്ളിക്കുറിശിമംഗലം ശിവക്ഷേത്രം. അരിയിട്ട് വാഴ്ചയുടെ ആരവങ്ങളുടെ അലയൊലികൾ അടക്കിപ്പിടിച്ച ആൽത്തറകൾ, പാണൻ പാട്ടുകളുടെ പാടിപ്പതിഞ്ഞ പല്ലവികൾ പാടാൻ പൂതിയുള്ള പൂമരങ്ങൾ. സമയം സായം സന്ധ്യ. പകലോൻ പടിഞ്ഞാറെ ചരുവിൽ പടികളിറങ്ങി ഉറങ്ങുവാൻ പോ. പകലോൻ പടിഞ്ഞാറെ ചരുവിൽ പടികളിറങ്ങി ഉറങ്ങുവാൻ പോ. പരിചിൽ പടിഞ്ഞാറ സന്ധ്യ വന്നു, പതിവായണയും പ്രദോഷ സന്ധ്യ. പരിചിൽ പടിഞ്ഞാറ സന്ധ്യ വന്നു, പതിവായണയും പ്രദോഷ സന്ധ്യ. കിള്ളിക്കുറിശീതൻ ശുഭ്രാംബരം ചെമ്പട്ടുമൂടി പുതച്ചു നിന്നു. കിള്ളിക്കുറിശീതൻ ശുഭ്രാംബരം ചെമ്പട്ടുമൂടി പുതച്ചു നിന്നു. അമ്പിളിക്കല തെല്ലകലെ വന്ന് ദീപാരാധന തൊഴുതു നിന്നു. അമ്പിളിക്കല തെല്ലകലെ വന്ന് ദീപാരാധന തൊഴുതു നിന്നു. പകലോൻ പടിഞ്ഞാറ് ചരുവിൽ പടികളിറങ്ങി ഉറങ്ങുവാൻ പോ. ദീപാരാധന കഴിഞ്ഞ് അമ്പലവാസികൾ ഒഴികെയുള്ളവരെല്ലാം സ്ഥലം വിട്ടിരിക്കുന്നു. എങ്കിലും ആ ഗോപുരനടയിൽ അതാ ഒരു സ്ത്രീ, മുണ്ടും ജമ്പറും വേഷം, ഒരു കച്ചത്തോർത്തുകൊണ്ട് മാറുമറിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, ആ ക്ഷേത്രത്തിലെ അടിച്ചുവളിക്കാരി നങ്ങ്യാരമ്മ. അവർക്ക് വല്ലാത്ത സങ്കടം. പതിവായി ദീപാരാധന തൊഴാനെത്തുന്ന തന്റെ മകനെ കാണാനില്ല. എവിടെ പോയാലും ദീപാരാധനയ്ക്കുമ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന ചെക്കന, അവനിത് എവിടെ പോയി? നങ്ങ്യാരമ്മേ, വിഷമിക്കാണ്ടിരി, അവൻ വീട്ടിലുണ്ടാവുന്നേ. ശരിയാ, അവൻ വീട്ടിലുണ്ടാവും. അവർ ജോലികളൊക്കെ പൂർത്തിയാക്കി വേഗം വീട്ടിലെത്തി. പക്ഷേ മകനെ അവിടെയും കാണാനില്ല. എന്റെ ദേവരെ, എവിടെ പോയാലും അവനൊരു ആപത്ത് വരുത്താതെ കാത്തോളണേ. നങ്ങ്യാരമ്മയുടെ ഒരേ ഒരു പ്രതീക്ഷയാണ് ആ മകൻ. അവന്റെ പേര് കുഞ്ചൻ. അവൻ കീർത്തിവാനാകും എന്നൊരു പരദേശി ബ്രാഹ്മണൻ ഒരിക്കൽ അനുഗ്രഹിച്ചിട്ടുണ്ട് പോലും. ഒരിക്കലൊരു പരദേശി ബ്രാഹ്മണൻ ഈ കിള്ളിക്കുറിശിമംഗലം ക്ഷേത്രത്തിലെത്തി. അദ്ദേഹത്തിന് പുര നിറഞ്ഞു നിൽക്കുന്ന 3 പെൺമക്കളായിരുന്നു. ഭാര്യയാണെങ്കിൽ രോഗിണി. മക്കളുടെ വേളി നടത്താൻ ഒരു മാർഗവും കാണാഞ്ഞ് അദ്ദേഹം ഒരു ദേശാടനത്തിന് ഇറങ്ങിയതാണ്. കുറേ ധനമൊക്കെ സമ്പാദിച്ചു. മടങ്ങി വരും വഴി കിള്ളിക്കുറിശിമംഗലം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതാണ്. ആ ക്ഷേത്രക്കുളത്തിൽ കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ കരയ്ക്ക് വെച്ചിരുന്ന പണക്കിഴി കാണാനില്ല. ആ പ്രദേശം മുഴുവൻ പരതി, കണ്ടെത്തിയില്ല. അവസാനം വേദനയോടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആ ക്ഷേത്രക്കുളത്തിൽ വെള്ളം കുടിക്കാനെത്തിയ അമ്പലക്കാള കൽപ്പടവിലൊക്കെ ചാണകം ഇട്ടു വെച്ചു. ഒരു വലിയ ചാണകം വന്ന് വീണത് ആ പണക്കിഴിയുടെ മണ്ടയ്ക്ക്.
പിന്നെ എങ്ങനെ കാണുമത്? പിന്നീട് നങ്ങ്യാരമ്മ ചാണകമൊക്കെ വാരി കൊളക്കടവ് വൃത്തിയാക്കി. അപ്പോഴാണ് ഈ പണക്കഴി കിട്ടുന്നത്. അവർ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഭദ്രമായി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും ഈ ബ്രാഹ്മണൻ കിള്ളിക്കുശുമംഗലം ക്ഷേത്രത്തിലെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ നങ്ങ്യാരമ്മയ്ക്ക് ആളെ മനസ്സിലായി. അല്ല, അങ്ങ് വീണ്ടും എത്തിയല്ലേ? അങ്ങടെ കളഞ്ഞുപോയി ധനം തിരികെ കിട്ടിയാവോ? ഇല്ല, എവിടെ കിട്ടാൻ, പോയത് പോയി, അല്ലാണ്ടെന്താ. നന്നായി. ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന തേവര് നിസ്സാരക്കാരനല്ല. മനമൊരുകി വിളിച്ച ഫലം ഉണ്ടാകും. അങ്ങ് ഇവിടുന്ന് പോയപ്പോ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചില്ലേ? ഓവ്, മനമൊരുകി വിളിച്ചിട്ടാ നാം പോയത്. ചുമ്മാതല്ല ഇവിടേക്ക് വരാൻ തോന്നിച്ചത്. അങ്ങ് ഇവിടെ നിൽക്കുക, ഞാൻ ശീഘ്രം ഇങ്ങെത്താം. നങ്ങ്യാരമ്മ വീട്ടിലേക്ക് ഓടി. അല്പം കഴിഞ്ഞപ്പോൾ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പണക്കിഴിയുമായി അവർ തിരികെ വന്നു. ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് ഉറപ്പിച്ച ധനം തിരികെ കിട്ടിയപ്പോൾ ആ ബ്രാഹ്മണന്റെ കണ്ണുകൾ സന്തോഷാശുക്കൾ തൂവി. ഇരു കൈകളും നങ്ങ്യാരമ്മയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അന്യന്റെ ധനം തെല്ലു ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് കീർത്തിമാനായ ഒരു പുത്രനെ തേവര് തരും, സംശയമില്ല. അങ്ങനെ ആ ബ്രാഹ്മണൻ അനുഗ്രഹിച്ച് കിട്ടിയ കുട്ടിയാണ് കുഞ്ചൻ. അവരങ്ങനെ വിശ്വസിക്കുന്നു. അവനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ നങ്ങ്യാരമ്മയ്ക്കാവില്ല. ഇപ്പോഴും പടിപ്പുരയിൽ അവർ മകനെ കാത്തു നിൽക്കുകയാണ്. നിശ്ചലം നിലകൊണ്ട പടിപ്പുരപ്പടി തന്നിൽ ദൂരയ വഴികളിൽ പിഴികൾ നട്ട്